2024 ആദ്യത്തെ യാത്ര ത്രിപുര, മിസോറം, മണിപ്പൂർ എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാക്കാൻ തീരുമാനിച്ചു. പൊതുവെ ടൂറിസ്റ്റുകൾ ഒട്ടും ഓപ്റ്റ് ചെയ്യാത്ത ഒരു പ്രദേശമാണ് ഈ 3 സംസ്ഥാനങ്ങൾ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാർ പൊതുവെ ഒട്ടും ചിന്തിക്കാറേ ഇല്ലാത്തൊരു പ്രദേശമാണ്. ഞാനും സുനിൽ മാഷും ഷനോജ് മാഷും ഞങ്ങൾ ജനുവരി 23 വൈകുന്നേരം 9:20 പാലക്കാട് നിന്ന് ബാംഗ്ലൂർക്കുള്ള ട്രെയിനിൽ യാത്ര തിരിച്ചു. കാരണം അഗർത്തലയ്ക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് ബംഗളൂരുവിൽ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 24 രാവിലെ 6:30 ബാംഗ്ലൂരുവിലെത്തി രാവിലെ 9:40 ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ അഗർത്തലയ്ക്ക് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 ഞങ്ങൾ അഗർത്തലയിലെത്തി. ഈ അഗർത്തലയിലെ എയർപോർട്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിനോട് ചേർന്നാണ്. ഈ ലാൻഡ് ചെയ്യുമ്പം ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ബംഗ്ലാദേശിൻ്റെ പ്ലെയിൻസൊക്കെ നമ്മളിങ്ങനെ കാണാം. ഇരു രാജ്യങ്ങളുടെ അതിർത്തി വേലി നമുക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാമായിരുന്നു. വളരെ ചെറിയൊരു തിരക്ക് കുറഞ്ഞൊരു എയർപോർട്ടാണ് അഗർത്തലയിലെ എയർപോർട്ട്. ഞങ്ങളവിടെ ഇറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം അവിടെ വന്നൊരു ഓട്ടോയിൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. അഗർത്തലയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലുള്ള ത്രിപുരേശ്വരി എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അതേ ഓട്ടോയിൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ടൗണിലേക്ക് ഇറങ്ങി. ഇന്നത്തെ ഈ യാത്രയിലെ ആദ്യത്തെ ഞങ്ങളുടെ കാഴ്ച ഉജ്ജയിന്ത പാലസാണ്. അത് ഒരു പാലസ്, ഒരു മ്യൂസിയം കൂടിയാണ്. ഏതാണ്ട് 2:30 ഞങ്ങൾ ഈ ഉജ്ജയിന്ത പാലസിന് മുന്നിലെത്തി. ത്രിപുര രാജ്യത്തിൻ്റെ മുൻ രാജകൊട്ടാരമാണ് നൊയിങ്മ എന്നും അറിയപ്പെടുന്ന ഈ ഉജ്ജയിന്ത കൊട്ടാരം. ഈ കൊട്ടാരത്തിന് ഉജ്ജയിന്ത എന്നുള്ള പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1899 1901 ഇടയിൽ മാണിക്യ രാജവംശത്തിലെ മഹാരാജ രാധാകൃഷ്ണർ മാണിക്യ ദേവവർമ്മയാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. യൂറോപ്യൻ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും പൂന്തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ 2 തടാകങ്ങളുടെ തീരത്തായിട്ടാണ് ഈ കൊട്ടാരം പണിതീർത്തിരിക്കുന്നത്. 1949 ഒക്ടോബറിൽ ത്രിപുര ഇന്ത്യയിൽ ലയിക്കുന്നതുവരെ ഭരണത്തിലിരുന്ന മാണിക്യ രാജവംശത്തിൻ്റെ വസതിയായിരുന്നു ഈ പാലസ്. 1972 ത്രിപുര സർക്കാർ രാജകുടുംബത്തിൻ്റെ പക്കൽ നിന്ന് 25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണ് ഈ കൊട്ടാരം. 2011 ജൂലൈ വരെ ത്രിപുര സംസ്ഥാനത്തിൻ്റെ നിയമസഭയുടെ വേദിയായിട്ട് ഇത് പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഇത് ത്രിപുരയിലെ ഒരു സ്റ്റേറ്റ് മ്യൂസിയമായിട്ടാണ് ഉള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ അരമണിക്കൂറോളം ഈ പാലസിനുള്ളിലൂടെ നടന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ പാലസിൻ്റെ തൊട്ട് മുന്നിൽ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഒരു പ്ലേറ്റ് മോമോ മേടിച്ച് ഞങ്ങൾ 3 പേരുടെ കഴിച്ച് അതിലൊതുക്കി. അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിൽ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ അഗർത്തല അഖൗര ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ആ ചെക്ക് പോസ്റ്റിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. 4 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളവിടെ അവിടുത്തെ ആ ഒരു കൗണ്ടറിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ കുറച്ച് പേരുകൊണ്ട് വരുന്നതിന് വേണ്ടി കാത്തു നിന്നു. ഒരു 10ഓളം ആളുകൾ എത്തിയപ്പം ഒരു സൈനികൻ്റെ ഒപ്പം ഈ അതിർത്തി ചെക്ക് പോസ്റ്റ് കാണുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് കടത്തിവിട്ടു. 2013 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റാണ് ഈ അഗർത്തല അഖൗര ചെക്ക് പോസ്റ്റ് എന്നുള്ളത്. ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര കേന്ദ്രമോ അല്ലെങ്കിൽ വ്യാപാര മാർഗമായിട്ടാണ് ഈ ചെക്ക് പോസ്റ്റ് അറിയപ്പെടുന്നത്. ഈ അഗർത്തല നഗരത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയാണ് ഈ ചെക്ക് പോസ്റ്റ് ഉള്ളത്. നമ്മളെ പഞ്ചാബിലെ അമൃത്സറിലെ വാഗ അട്ടാരി ബോർഡറിനോട് സാമ്യമുള്ള ഒരു അതിർത്തിയാണ് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റാണ് ഇത്. കാരണം വൈകുന്നേരങ്ങളിൽ ഇരു രാജ്യങ്ങളുടെ സൈനികരുടെ ഏകോപനത്തോടു കൂടിയുള്ള ഇരു രാജ്യങ്ങളുടെ പതാക താഴ്ത്തുന്ന ഒരു ചടങ്ങൊക്കെ ഇവിടെയുമുണ്ട്. പക്ഷേ ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ ആ ഒരു ചടങ്ങുള്ളൂ. പക്ഷേ അതിന് മാത്രം വീതിയോ സ്ഥലങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഇവിടെയും അത്തരത്തിലൊരു ചടങ്ങ് ഉണ്ട്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കത്തിൻ്റെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയൊക്കെ നീക്കം സൗകര്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബോർഡറാണ് ഈ അഖൗര ചെക്ക് പോസ്റ്റ് എന്നുള്ളത്. ബംഗ്ലാദേശിലെ നഗരമാണ് അഖൗര. അപ്പം അങ്ങനെ അഗർത്തല അഖൗര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ അവിടെ ബോർഡറിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ
ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ റോഡിൻ്റെ ഇരുവശവും നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരു രാജ്യത്തെയും സൈനികരും പരസ്പരം കുശലം പറഞ്ഞ് ബോർഡറിൽ നിൽക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കി അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. കൽക്കട്ടയിൽ നിന്ന് അഗർത്തലയിലേക്കുള്ള പുതിയൊരു റെയിൽവേ ലൈൻ, ബംഗ്ലാദേശിലൂടെയുള്ള ആ ഒരു റെയിൽവേ ലൈൻ ഈ അതിർത്തി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അഗർത്തലയിലെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റായിട്ടുള്ള ലേക്ക് ചൗമുഹാനി മാർക്കറ്റിലേക്ക് എത്തി. 4:45 കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സുനിൽ മാഷ് ഒരു ജാക്കറ്റൊക്കെ വാങ്ങി മാർക്കറ്റ് കാണുന്നതിന് വേണ്ടി ഇറങ്ങി. വലിയൊരു മാർക്കറ്റാണ്, ശരിക്കും പറഞ്ഞൊരു റോഡ് സൈഡ് മാൾ തന്നെയാണിത്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പഴയ മാർക്കറ്റിനോട് സാമ്യം തോന്നുന്നതാണ് ഈ ചൗമുഹാനി മാർക്കറ്റ്. ഇനി ഓരോ ഐറ്റവും ഒരു പ്രദേശത്ത് ഒന്നിച്ചാണ് വിൽക്കുന്നത്. അവിടെ ഒരു സ്ഥലത്തുള്ള ഒരു കട മീൻ കടയാണെങ്കിൽ അവിടെയുള്ള കടകൾ മുഴുവൻ മീൻ കടയാണ്, പച്ചക്കറി കടയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എല്ലാ വസ്തുക്കളും ഒരു സ്ഥലത്ത് കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകതയുള്ള മാർക്കറ്റാണ് ഇത്. ഇത് അഗർത്തലയിൽ മാത്രമല്ല, ഈ വടക്ക് കിഴക്ക് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലെയും മാർക്കറ്റുകൾ ഇതിന് സമാനം തന്നെയാണ്. 5:15 ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്ര ആരംഭിച്ചു. കാരണം അപ്പോഴേക്കും ഏറെക്കുറെ ഇരുട്ടായിരുന്നു. കാരണം ശരിക്കും ഈ പ്രദേശം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ ടൈം ലൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് അരമണിക്കൂറിലധികം നേരത്തെ ഇരുട്ടാകുന്നൊരു പ്രദേശമാണ്. ഞങ്ങൾ 5:30 ഹോട്ടലിലേക്ക് എത്തി. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ അഗർത്തല റെയിൽവേ സ്റ്റേഷൻ കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. വളരെ ഭംഗിയായി ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ. നാളെ ഇവിടെ നിന്ന് സാബ്രൂം എന്ന് പറയുന്ന ത്രിപുരയുടെ ഏറ്റവും തെക്കേ അറ്റത്തേക്കുള്ള ഭാഗത്തേക്ക് യാത്ര ചെയ്യണം. മറ്റന്നാൾ ഇവിടെ നിന്ന് ധർമാനഗറിലേക്ക് വടക്കോട്ടും യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതിനും നാളത്തെ യാത്രയെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യുന്നതിന് ടാക്സിക്കാരോട് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ടാക്സിക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻ യാത്ര ചെയ്താൽ മുഴുവൻ സ്ഥലങ്ങളും കാണാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ടൊരു ഒമിനി വാൻ നാളത്തെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തു. അങ്ങനെ തിരിച്ച് ഹോട്ടലിൽ വന്ന് നേരത്തെ കിടന്നുറങ്ങി. ഞങ്ങളുടെ യാത്രയുടെ 2-ാം ദിവസം 25-ാം തീയതി ഞങ്ങൾ രാവിലെ 5 മണിയോടുകൂടി എഴുന്നേറ്റ് ഫ്രഷായി. ഒമിനി വാനിൽ ആണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഒമിനിക്കാരൻ 6:45 കൂടിയാണ് എത്തിയത്. ഞങ്ങൾ അവിടെ നിന്ന് അഗർത്തലയ്ക്ക് തെക്ക് ഭാഗത്തായിട്ടുള്ള ഉദയ്പൂർ എന്നുള്ള നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ടേക്ക് ഏതാണ്ട് 55 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഉദയ്പൂരിലേക്കുള്ള ഞങ്ങളുടെ യാത്ര പൊതുവെ നമ്മുടെ കേരളത്തിലെ ഗ്രാമീണ കാഴ്ചകളുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് നൽകിയത്. റബ്ബർ തോട്ടങ്ങൾ, അതുപോലെ തന്നെ കവുങ്ങിൻ തോട്ടങ്ങൾ, അങ്ങിങ്ങായി കുറേ തെങ്ങുകൾ, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ കാഴ്ചകളുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. വ്യത്യാസമുള്ളത് കേരളത്തിന് വ്യത്യസ്തമായ ചെറിയ വീടുകളാണ്. ഈ വീടുകളൊക്കെ തന്നെ ഷീറ്റ് മേഞ്ഞ വീടുകളാണ്. കോൺക്രീറ്റ് വീടുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏറെക്കുറെ സമാനമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര. 8 മണിയോടുകൂടി ഞങ്ങൾ ഉദയ്പൂരിലെ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തുമ്പോഴും ഈ കടകളൊന്നും തുറന്നിരുന്നില്ല. ഞങ്ങളുടെ വണ്ടി നിർത്തി ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് കല്യാൺ സാഗർ എന്ന് പറയുന്ന ഒരു കുളം. വളരെ വലിയൊരു കുളമാണ്. ഏതാണ്ട് 6.4 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു കുളമാണ് ഈ കല്യാൺ സാഗർ കുളം. ഈ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ത്രിപുര സുന്ദരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രാദേശികമായിട്ട് ഈ ക്ഷേത്രം ദേവി ത്രിപുരേശ്വരി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണത്രേ ത്രിപുര എന്നുള്ള സംസ്ഥാനം അല്ലെങ്കിൽ ത്രിപുര എന്നുള്ള നാട്ടുരാജ്യത്തിൻ്റെ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തി. രാവിലെ ക്ഷേത്രത്തിലൊട്ടും തിരക്കൊന്നുമില്ലായിരുന്നു. കാരണം അത്രമാത്രം നേരത്തെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ക്ഷേത്രം ചുറ്റി നടന്ന് കണ്ടു. ഈ ക്ഷേത്രം ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 1501 ത്രിപുരയിലെ മഹാരാജാവ് ധന്യ മാണിക്യ സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ് ഇത്. ഇന്ന് നമ്മൾ ഈ കാണുന്നത്. സതിയുടെ ഇടതുകാലിൻ്റെ ചെറുവിരൽ ഇവിടെയാണ് വീണതെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഇത് 51 ശക്തിപീഠങ്ങളിലൊന്നായി മാറിയത്. ഒരു ബംഗാളി സ്റ്റൈലിലെ ഏകരത്ന ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോഴും അവിടുത്തെ റോഡ് സൈഡിലെ കടകളൊക്കെ ഒന്നും തുറന്നിരുന്നില്ല. 1-2 കടകൾ അങ്ങിങ്ങായി തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വണ്ടി നിർത്തിയ ആ ഭാഗത്തെ ഒരു ഹോട്ടൽ തുറന്നിരുന്നു. അവിടെ കയറി ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. അവിടുത്തെ രാവിലെ കിട്ടിയ ഭക്ഷണം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. മേശപ്പുറത്തൊരു ടിഷ്യൂ പേപ്പറിലാണ് നമുക്ക് പൂരി പോലുള്ളൊരു ഭക്ഷണം തന്നത്. അതുപോലെ അതിൻ്റെ കറി ഒരു സ്റ്റീൽ പാത്രത്തിൽ തന്നു. അതിൽ മുക്കി വേണം നമുക്ക് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉദയ്പൂർ നഗരത്തിനുള്ളിലുള്ള ഗുണവതി ക്ഷേത്രങ്ങൾ കാണുന്നതിന് വേണ്ടി യാത്ര തിരിച്ചു. 9 മണിയോടുകൂടി ഞങ്ങൾ ഈ ഗുണവതി ക്ഷേത്രങ്ങളിലെത്തി. അപ്പോഴും ഗേറ്റ് തുറന്നിരുന്നില്ല. കാരണം ഞങ്ങൾ അത്ര നേരത്തെയാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പലരോടും ചോദിച്ചപ്പോഴും ഇത് തുറക്കുന്ന സമയമായിട്ടില്ല എന്നൊരു മറുപടിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗേറ്റിന് പുറത്ത് നിന്നാണ് ഈ ക്ഷേത്രങ്ങൾ കണ്ടത്. ഇവിടെ 3 ക്ഷേത്രങ്ങളാണുള്ളത്. പ്രാദേശിക ഭാഷയിൽ ഗുണപതി മന്ദിർ ഗുച്ഛ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഗുണപതി ക്ഷേത്രങ്ങളുടെ കൂട്ടം എന്നാണ് പറയുന്നത്. ഈ 1668 ഇവിടുത്തെ രാജാവായിരുന്ന മഹാരാജ ഗോവിന്ദ മാണിക്യയുടെ ഭാര്യയായിരുന്ന മഹാറാണി ഗുണപതി ആണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് മുൻകൈ എടുത്തതെന്നാണ് പറയുന്നത്. ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 5 മിനിറ്റോളം പുറത്ത് നിന്ന് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. രാജവാരി പാലസിൻ്റെ റൂയിൻസിൻ്റെ ഭാഗത്തേക്കാണ് ഞങ്ങളുടെ യാത്ര പിന്നീട് പോയത്. അങ്ങോട്ടേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ റോഡ് സൈഡിൻ്റെ ഇടത് വശത്ത് ഒരു പഴയ ക്ഷേത്രവും മുന്നിൽ വലിയൊരു പുൽമേടൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ള കാഴ്ചയായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ആ ക്ഷേത്രം കാണുന്നതിനൊക്കെ വേണ്ടി. അപ്പം ക്ഷേത്രം വളരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അതിൻ്റെ ഉള്ളിൽ വേസ്റ്റും മാലിന്യങ്ങളൊക്കെ കിടക്കുന്നു. എങ്കിലും ആ മുന്നിലുള്ള ആ പുൽത്തകിടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ക്ഷേത്രം കാണാൻ ഭംഗിയുണ്ട്. കേടുപാടുകൾ വന്ന് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ക്ഷേത്രം. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് മുന്നോട്ട് മാറി. അവിടെ നിന്നൊരു 200 മീറ്റർ അപ്പുറത്താണ് ത്രിപുരയിലെ ഭുവനേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1660, 1675 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മഹാരാജ ഗോവിന്ദമാണിക്യ നിർമ്മിച്ച കൊട്ടാരത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശം ഉണ്ട്. ബംഗാളിലെ ചാർച്ചാല ശൈലിയിലുള്ള ഒരു വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഉയരം കൂടിയൊരു പരന്ന പ്ലാറ്റ്ഫോം, അതിന് മുകളിലാണ് ഒരു കമാനം മാത്രമുള്ള കവാടത്തോടു കൂടിയുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റോളം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. രാജ്വാരി പാലസിൻ്റെ റൂയിൻസ് കാണുന്നതിന് വേണ്ടി ശ്രമിച്ചെങ്കിൽ അവിടെ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ രാജ്വാരി പാലസിൻ്റെ റൂയിൻസിന് നേരെ മുന്നിലാണ് ഒരു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിന് മുന്നിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. ത്രിപുരയിലെ ഈ മാണിക്യ രാജവംശവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ത്രിപുര നാട്ടുരാജ്യത്തെ വാർഷിക ബജറ്റിൽ നിന്ന് ഒരു തുക നീക്കി വെച്ചിരുന്നു. അപ്പോൾ അത്രമാത്രം വളരെ അടുത്ത ബന്ധം അന്ന് രാജകുടുംബവും ഈ രവീന്ദ്രനാഥ ടാഗോറും തമ്മിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കാണാൻ പോകുന്ന ഒരു നീർമഹൽ പാലസ് എന്ന് പറയുന്ന മാണിക്യ രാജവംശത്തിൻ്റെ ഒരു വേനൽക്കാല വസതി, അതും അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഇനി കുറച്ചുകൂടി ഈ ഉദയ്പൂരിൽ നിന്ന് കുറച്ചുകൂടി കിഴക്കോട്ടേക്ക് മാറി അവിടെ ചബിമുറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈ യാത്ര തികച്ചും ഗ്രാമീണ വഴികളിലൂടെയുള്ള യാത്രയാണ്. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ വീടുകളും ഷീറ്റ് മേഞ്ഞ വീടുകളൊക്കെ തന്നെയാണ്. ഈ ത്രിപുരയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ത്രിപുര ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 3ാമത്തെ സംസ്ഥാനമാണ്. ഇവിടുത്തെ 70% ആളുകളും ബംഗാളിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളാണ്. അവരൊക്കെ ഈ അഗർത്തലയിലും സമീപമുള്ള നഗരങ്ങളിലുമാണ് താമസിക്കുന്നത്. പിന്നെ അവിടുത്തെ ത്രിപുരയിലെ തദ്ദേശവാസികളുണ്ട്, ത്രിപുരി പീപ്പിൾ എന്ന് പറയപ്പെടുന്ന അവർ ഏതാണ്ട് 30% ആളുകളാണ് ഉള്ളത്. അവർ താമസിക്കുന്ന നഗരങ്ങളിലല്ല, അവർ മലകളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുമാണ്. ശരിക്കും 1941 കണക്കുകളനുസരിച്ച് ത്രിപുര എന്ന് പറയുന്ന നാട്ടുരാജ്യത്ത് ഏതാണ്ട് 62% ആളുകളും ഗോത്രവർഗ്ഗക്കാരായിരുന്നു, ഈ ത്രിപുരി പീപ്പിളായിരുന്നു. എന്നാൽ 1951 കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള റെഫ്യൂജികളുടെ വരവോടുകൂടി പിന്നെ 1971 ബംഗ്ലാദേശ് യുദ്ധത്തോടുകൂടി 62% ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാർ 28% കുറഞ്ഞു.
അപ്പോൾ അതിനെ തുടർന്ന് ഈ ത്രിപുരയിലെ ഗോത്രവർഗ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ത്രിപുര ട്രൈബൽ ഏരിയാസ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ TTAADC എന്ന് പറഞ്ഞൊരു കൗൺസിലൊക്കെ രൂപീകരിച്ചു. ത്രിപുരയിലെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 36.7 ലക്ഷം ജനങ്ങളാണ് ഉള്ളത്. പോപ്പുലേഷൻ ഡെൻസിറ്റി ആവട്ടെ ഏതാണ്ട് 350 ആളുകൾ 1 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ താമസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ HDയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 15ാം സ്ഥാനത്താണ് ത്രിപുര സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 10:30 ഞങ്ങൾ ചാബിമുറയിലെത്തി. ചാബിമുറ എന്ന് പറയുന്നത് ഗോമതി നദിയുടെ തീരത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റൊക്കെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ നദിയുടെ ചെങ്കുത്തായ ചെരുവിലെ പാറയിൽ ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുന്നതിന് ഈ ചാബിമുറയിൽ നിന്ന് നമ്മൾ ബോട്ടിൽ സഞ്ചരിക്കണം. ഞങ്ങളവിടെ ഒരു അരമണിക്കൂറോളം കാത്തു നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ ലഭിച്ചു. അതിൽ യാത്ര ആരംഭിച്ചു. ഇന്നത്തെ ഇവിടുത്തെ ആദ്യത്തെ സന്ദർശകരാണ് ഞങ്ങൾ. ബംഗാളിൽ നിന്നുള്ള 2 പേരും ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്നു. ബോട്ടിംഗ് ആരംഭിച്ച അതിൻ്റെ നേരെ അക്കരെ തന്നെ പാറയിൽ കുറച്ച് ശില്പങ്ങൾ നമുക്ക് കാണാം. ഇനി അവിടെ നിന്ന് ഏതാണ്ട് അരമണിക്കൂറോളം താഴേക്ക് നദിയിലൂടെ യാത്ര ചെയ്താലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശില്പം, ഒരു ദുർഗാദേവിയുടെ ശില്പം കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ താഴേക്ക് യാത്ര തുടർന്നു. ഈ ഗോമതി നദീനെ പൊതുവെ വിളിക്കുന്നത് ഇന്ത്യയിലെ ആമസോൺ നദി എന്നാണ്. അങ്ങനെ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയാണ്. ആ നദിയിലൂടെയുള്ള ബോട്ടിങ് വളരെ ആകർഷകമായിരുന്നു. കാരണം വനത്തിന് നടുവിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര അത്ഭുതപ്പെടുത്തുന്ന ഒരു യാത്ര തന്നെയായിരുന്നു അത്. അങ്ങനെ അരമണിക്കൂറോളം യാത്ര ചെയ്ത് ദുർഗാദേവിയുടെ ശില്പത്തിൻ്റെ അടുത്തെത്തി. ഏതാണ്ട് 20 അടി ഉയരമുള്ള ഒരു ശില്പമാണ് അത്. ഈ നദീതീരത്തെ ശില്പങ്ങളെല്ലാം 15, 16 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ബോട്ട് നിർത്തി കരയിലേക്ക് കയറി ഈ ശില്പത്തിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു ഞങ്ങളുടെ യാത്ര തിരിച്ച് ആരംഭിച്ചു. ഈ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ചബിമുര വനത്തിനുള്ളിൽ ഒരു ഗുഹ കാണുന്നതിന് വേണ്ടി ബോട്ട് നിർത്തി. ഈ നദിയുടെ തീരത്ത് നിന്ന് ഈ ഗുഹയിലേക്കുള്ള ആ ഒരു ചെറിയ ഒരു ട്രക്കിംഗ് വളരെ ആകർഷകമായ ഒന്ന് തന്നെയായിരുന്നു. നടുവിലൂടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അരുവിയുടെ 2 കരകളിലും ടൈലിട്ട് വൃത്തിയാക്കിയ നടപ്പാത. അതിലൂടെ നടക്കുമ്പം ശരിക്കും നമ്മുടെ ആമസോൺ വനത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു. എന്തായാലും ആസ്വദിച്ച് ആ നടത്തം ഞങ്ങൾ മുകളിലെത്തി. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വിളിച്ചൊന്നും കയറില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അധികം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ എത്തി ഈ ഗുഹയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ തിരിച്ചുള്ള നടത്തം ആരംഭിച്ചു. വനത്തിനുള്ളിലൂടെയുള്ള ആ ഒരു നടത്തം വളരെ മനോഹരമായൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ ആ ബോട്ടിൽ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ ബോട്ടിൻ്റെ ജീവനക്കാർ വനത്തിലെ കാട്ടു താറാവുകളെ വേട്ടയാടാൻ വേണ്ടി കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവഴിച്ചു. ശരിക്കും താറാവുകൾ രക്ഷപ്പെടണേ എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും ഒരു നിർഭാഗ്യവാനായ താറാവ് അവരുടെ കയ്യിൽപ്പെട്ടു. അങ്ങനെ 12:30 ഞങ്ങൾ തിരിച്ച് ഈ ക്യാമ്പ് സൈറ്റിലെത്തി. അവിടുത്തെ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് എഗ് റോളും ഓംലെറ്റൊക്കെ ഉച്ചഭക്ഷണമായി കഴിച്ച് 1:10 ഞങ്ങൾ അവിടെ നിന്നുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് മേലാഘറിലേക്കാണ്. മേലാഘർ എന്ന് പറയുന്നത് ഉദയ്പൂരിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദയ്പൂർ വരെ ഞങ്ങൾ വന്ന വഴിക്ക് തിരിച്ച് യാത്ര ചെയ്ത് പിന്നീടാണ് വഴി തിരിഞ്ഞ് മേലാഘറിലേക്ക് പോകുന്നത്. മേലാഘറിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ എന്ന് പറയുന്നത് രുദ്രസാഗർ ലേക്കും അതിൻ്റെ നടുവിൽ നിൽക്കുന്ന നീർമഹൽ പാലസമാണ്. 2:30 ഞങ്ങൾ ഈ രുദ്രസാഗർ ലേക്കിൻ്റെ ബോട്ടിംഗ് തുടങ്ങുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ നിന്ന് ബോട്ടിൽ വേണം നമുക്ക് നീർമഹൽ പാലസ് കാണുന്നതിന് വേണ്ടി പോകാൻ. അവിടെ 2 തരം ബോട്ടുകളുണ്ട്. വലിയ യന്ത്ര ബോട്ടുകളുണ്ട്. അതിലാണെങ്കിൽ ഒരാൾക്ക് 50 രൂപ ടിക്കറ്റും, അതല്ല ഇനി തുഴയുന്ന ബോട്ടാണെങ്കിൽ 350 രൂപ റേറ്റാണ് ഒരു ബോട്ടിന്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു തുഴഞ്ഞു പോകുന്നൊരു ബോട്ട് സെലക്ട് ചെയ്തു. ഞങ്ങൾ കയറിയ ബോട്ട് 1951 ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഒരു കുടുംബത്തിലെ പിൻതലമുറക്കാരൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. 2.4 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വലിപ്പമുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് രുദ്രസാഗർ ലേക്ക് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഈ തടാകം. നല്ലൊരു ശതമാനം ആളുകളും ഇവിടെ ഉപജീവനം കഴിക്കുന്നത് ഈ ലേക്കിൽ മീൻപിടുത്തം നടത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത്
ഞങ്ങളുടെ ഈ തോണിയിലെ തുഴച്ചിലുകാരൻ അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ചു. അദ്ദേഹം പല പ്രാവശ്യം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ത്രിപുര ഒരു രാജ്യമായിരുന്നു, ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു, അതിനുശേഷമാണ് ഇന്ത്യയിൽ ലയിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പല പ്രാവശ്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. 1947 ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങളുടെ ലയനത്തെക്കുറിച്ചും ത്രിപുര ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർത്തു. രുദ്രസാഗർ ലേക്കിലൂടെയുള്ള തോണിയിലെ യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. നിറയെ പക്ഷികളെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ മീൻപിടുത്തക്കാരും അവരുടെ ഏറുമാടങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. തോണിയിലെ 20 മിനിറ്റ് യാത്രയെ തുടർന്നാണ് ഞങ്ങൾ നീർമഹൽ പാലസിലേക്ക് എത്തിയത്. 1930 മഹാരാജാവായിരുന്ന ബീർ ബിക്രം കിഷോർ മാണിക്യ ബഹാദൂർ പണി കഴിപ്പിച്ച ഒരു രാജകൊട്ടാരമാണ് ഈ നീർമഹൽ പാലസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്ക് പാലസാണ് ഈ നീർമഹൽ പാലസ് എന്ന് പറയുന്നത്. ഞാനിതിനു മുമ്പ് ഒരു ലേക്ക് പാലസ് കണ്ടിട്ടുള്ളത് രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ലേക്ക് പാലസാണ്. ഈ നീർമഹൽ പാലസ് നിർമ്മിച്ച മാണിക്യ രാജവംശത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രണ്ടാമത്തെ രാജവംശമായിട്ടാണ് ഈ വംശത്തെ കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു വേനൽക്കാല വസതിയായിട്ടാണ് നീർമഹൽ പാലസ് 1930 പണി കഴിപ്പിക്കുന്നത്. ഇത് നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന മാർട്ടിൻ ആൻഡ് ബേൺസ് എന്നുള്ള കമ്പനീനെയാണ് ചുമതലപ്പെടുത്തിയത്. ഏതാണ്ട് 9 വർഷം എടുത്ത് ഈ പാലസ് പൂർത്തിയാക്കാൻ. ഹൈന്ദവ മുഗൾ വാസ്തുവിദ്യാ ശൈലികൾ സംയോജിപ്പിച്ചാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. മാർബിളും സാൻഡ്സ്റ്റോണൊക്കെ ഇതിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണികൾ, ഗോപുരങ്ങൾ, പവിലിയനുകൾ, അതുപോലെ ഇതിൻ്റെ പാലം, ഇതൊക്കെ കാണാൻ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴികക്കുടങ്ങളുടെ ആകൃതിയും അതിൻ്റെ മിനാരങ്ങളൊക്കെ കാണുമ്പം ശരിക്കൊരു കോട്ടയുടെ രൂപം ഇതിന് കൈവരുന്നുണ്ട്. ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭിത്തി മുഴുവൻ വെള്ള നിറമടിച്ചിരിക്കുന്നു. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ പാലസിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ. ലേക്കിലേക്ക് തുറന്നിരിക്കുന്ന പവിലിയനുകളും അതുപോലെ തന്നെ ലേക്കിൻ്റെ കാഴ്ചകളും കൊട്ടാരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായൊരു അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ജനറേറ്റർ റൂം അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പാലസിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി ഒരു പാലത്തിലൂടെ എത്തുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ജനറേറ്റർ റൂമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ശബ്ദമില്ലാതെ കൊട്ടാരത്തിൽ വസിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഈ പാലസ് മുഴുവൻ നടന്ന് ഞങ്ങൾ കണ്ടു. അപ്പോഴേക്കും ഞങ്ങളുടെ തോണിക്കാരൻ സമയം പോയി എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങി. അദ്ദേഹത്തോടൊപ്പം തിരിച്ച് ബോട്ടിംഗ് ആരംഭിച്ച സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോന്നു. അപ്പോഴും തടാകത്തിൽ മീൻപിടുത്തക്കാർ അവരുടെ അധ്വാനം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയപ്പോഴേക്കും ഇരുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് കാണാൻ വേണ്ടി ബാക്കി വെച്ചിരുന്ന ബോക്സാർ നഗർ സ്തൂപ കാണുന്നില്ല എന്ന് വെച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. 5:40 ഞങ്ങൾ ഹോട്ടലിൽ മടങ്ങിയെത്തി. അപ്പോഴേക്കും ഇരുട്ടായിരുന്നു. 26-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസം. ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് 5:40 റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നിവിടെ അഗർത്തലയിൽ നിന്ന് ധർമാനഗറിലേക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെയുള്ള ഉനാക്കോട്ടി എന്നുള്ള സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ടാക്സിയിൽ ഐഫോളിലേക്ക് ഇന്ന് പോകണം. അതാണ് ഇന്നത്തെ യാത്ര പ്ലാൻ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. 6 മണിക്ക് പുറപ്പെടുന്ന ഈ ട്രെയിനിൻ്റെ വിസ്റ്റാഡം കോച്ചിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു വിസ്റ്റാഡം കോച്ചിൽ യാത്ര ചെയ്യുന്നത്. ഒരു ടൂറിസ്റ്റ് കോച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ കോച്ച് ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തെ ബോഗി ആയതുകൊണ്ട് തന്നെ പിന്നിൽ കാഴ്ച കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഏരിയയും. അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ യാത്രയിലെ കാഴ്ചകൾ വളരെ മനോഹരമായി ആസ്വദിക്കാം. അതുപോലെ തന്നെ വളരെ വലിയ വിൻഡോകളാണ്. സീറ്റ് നമുക്ക് 360 ഡിഗ്രി തിരിച്ച് ഇട്ട് നമുക്ക് ഇരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഞങ്ങൾ വളരെ രസകരമായി തന്നെ യാത്ര ആസ്വദിച്ച് 9:10 ധർമാനഗറിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ടാക്സി കുറവാണ് എന്ന് കേട്ടതുകൊണ്ട് തന്നെ ടാക്സി കിട്ടാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ പോയി. അവിടെ എത്തി ടാക്സിക്കാരോട് സംസാരിച്ചൊരു ആൾട്ടോ കാറ്, അതാണ് ഒരു ടാക്സി, അതിൻ്റെ നിരക്കുറപ്പിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും കറിയൊക്കെ ഉൾപ്പെടുന്നൊരു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉനാക്കോട്ടയിലേക്ക് യാത്ര ചെയ്തു. 10 മണിയോടുകൂടി ഞങ്ങൾ ഉനാക്കോട്ടയിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഇവിടെ ടിക്കറ്റുകളൊന്നും തന്നെയില്ല.
ഉനാകോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വടക്ക് കിഴക്കേ ഇന്ത്യയുടെ ആങ്കർവാട്ട് എന്നാണ് വിളിക്കാറുള്ളത്. 6-7 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച വലിയ ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. രഘുനന്ദൻ കുന്നുകളിലെ പാറകളിലെ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള വലിയ റിലീഫ് സ്കൾപ്ചേഴ്സാണ് ഇതൊക്കെ. പ്രധാനമായിട്ടും ശിവഭഗവാന്റെ ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. ദുർഗ, ഗണപതി, കാലഭൈരവ എന്നിവരുടെ ശില്പങ്ങളും ഇവിടെയുണ്ട്. ഉനാകോട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 1 കോടിക്ക് 1 കുറവ് എന്നാണ് അർത്ഥം. പ്രാദേശിക കോക്ബ്രോക്ക് ഭാഷയിൽ സുബ്രായ്ഖുങ് എന്നാണ് ഉനാകോട്ടി എന്നുള്ള സ്ഥലത്തിന് പറയുന്നത്. ഇവിടെ 99,99,999 ശില്പങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഐതിഹ്യമനുസരിച്ച് ശിവൻ കാശിയിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെ ഒരു രാത്രി ചെലവഴിച്ചു. അദ്ദേഹത്തോടൊപ്പം 99,99,999 ദേവീദേവന്മാർ അനുഗമിക്കുന്നുണ്ടായിരുന്നു. സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കാശിയിലേക്ക് പോകണം എന്ന് അദ്ദേഹം അനുയായികളോട് ആവശ്യപ്പെട്ടു. പക്ഷേ രാവിലെ പരശിവനല്ലാതെ ആരും ഉണർന്നില്ല. അദ്ദേഹം ഉണർന്ന് ഒറ്റയ്ക്ക് കാശിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മറ്റുള്ളവരെ ശപിച്ചു. അങ്ങനെ അവരൊക്കെ കല്ലായി മാറി. അങ്ങനെയാണ് ഇവിടെ 99,99,999 ശില്പങ്ങൾ ഉണ്ടായതെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. പ്രാദേശികമായിട്ടുള്ളൊരു മറ്റൊരു ഐതിഹ്യം, ഈ വിഗ്രഹങ്ങളുടെയൊക്കെ നിർമ്മാതാവ് കല്ലു ഗുർജ എന്ന് പറയുന്നൊരു ശില്പിയാണെന്നാണ് ഗോത്രവർഗ്ഗക്കാർ വിശ്വസിക്കുന്നത്. അദ്ദേഹം പാർവതിയുടെ ഭക്തനായിരുന്നു. കൈലാസ പർവ്വതത്തിലെ അവരുടെ വാസസ്ഥലത്തേക്ക് ശിവനെയും പാർവതിയെയും അനുഗമിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ പരമശിവന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. പാർവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു രാത്രി കൊണ്ട് 1 കോടി ശിവവിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കല്ലു ഗുർജാറിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പരമശിവൻ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലി ആരംഭിച്ചു. പക്ഷെ നേരം പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് 1 കോടി ശില്പങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പരമശിവന് ഈ കല്ലു ഗുർജാറിനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗമായി കണക്കാക്കി അദ്ദേഹത്തെ ഒഴിവാക്കി കൈലാസത്തിലേക്കുള്ള തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെയാണ് ഇവിടെ ഇത്രയും ശില്പങ്ങൾ നിർമ്മിച്ചതെന്നാണ് പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരുടെ വിശ്വാസം. ഞങ്ങൾ അതിലൂടെ നടന്നു ഈ ശില്പങ്ങളൊക്കെ കണ്ടു. വളരെ വലിയ ശില്പങ്ങളാണ്. ഉനാകോട്ടി എന്ന് പറയുന്നത് ത്രിപുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 10:40 ഉനാകോട്ടിയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങളിവിടെ നിന്ന് ദാംചിറയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് ത്രിപുര മിസോറം ബോർഡറാണ്. ഞങ്ങൾ രാവിലെ ധർമ്മനഗറിൽ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഐസ്വാളിലേക്ക് ടാക്സി അന്വേഷിച്ചതും അവിടെ എല്ലാവരും നേരിട്ട് ഐസ്വാളിലേക്കുള്ള ടാക്സി യാത്രയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഞങ്ങളോട് സിൽച്ചറിലേക്ക് പോകാനും അവിടെ നിന്ന് ബസ്സോ ഷെയർ ടാക്സിയോ ലഭിക്കുമെന്നാണ് നിർദ്ദേശിച്ചത്. എല്ലാവരും അങ്ങനെ ആ ഒരു റൂട്ടിലാണ് യാത്ര ചെയ്യുന്നതാണ് ഞങ്ങളെ അറിയിച്ചത്. പക്ഷേ ഞങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും എളുപ്പമാർഗമായി കണ്ടത് ഈ ദാംചിറ വഴിക്കുള്ള റൂട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ദാംചിറയിലേക്ക് യാത്ര ചെയ്യുന്നത്. 11:45 ഞങ്ങൾ ദാംചിറയിലെ നദി കടന്ന് മിസോറമിലെ സ്ഥലമായിട്ടുള്ള കാൺമൂൺ എന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഐസ്വാളിലേക്ക് ഷെയർ ടാക്സി കിട്ടും എന്ന അറിവിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ഇവിടെ നിന്നൊരു വണ്ടി വിളിച്ച് ഞങ്ങളെ യാത്രയാക്കിയതിന് ശേഷമേ പോകൂ എന്നൊരു ഉറപ്പിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഞങ്ങളവിടെ ഒരു ടാക്സി കൗണ്ടറിലെത്തി അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഇടയിലാണ് ഐസ്വാളിലേക്കുള്ള എല്ലാ ഷെയർ ടാക്സികളും പോവുക. ഇനി ടാക്സികളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ സുമോ കൗണ്ടർ എന്ന് പറയുന്നൊരു ചെറിയ ഹോട്ടലാണ്. ആ ഹോട്ടലിലെ ചേച്ചി അവർ വിളിച്ചൊരു സുമോ വണ്ടി റെഡിയാക്കി തന്നു. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സുമോ വണ്ടിയിൽ ഇവിടെ നിന്ന് ഷെയർ ടാക്സി ആകുമ്പോൾ അതിൽ യാത്ര ചെയ്യുക 10 പേരാണ്. ആ 10 പേരുടെയും ചാർജ് ഞങ്ങൾ കൊടുക്കണം. ഞങ്ങളത് സമ്മതിച്ച് 1 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങി. ദേശീയപാതയിലൂടെയാണ് ഞങ്ങളുടെ യാത്രയെങ്കിലും കണ്ടാൽ അതൊന്നും തോന്നിയില്ല. വളരെ വീതി കുറഞ്ഞ ഒരു വഴിയാണ് ഈ ഐസ്വാളിലേക്കുള്ള പാത. വഴി നീളെ നമുക്ക് സുപരിചിതമായ കവുങ്ങ് കൃഷിയാണ് ഉള്ളത്. ത്രിപുരയിലെ വീടുകളുടെ അത്രയും വലുപ്പം തന്നെ അതുപോലെ തന്നെ ഉള്ള നിർമ്മാണ ശൈലിയൊക്കെ തന്നെ മിസോറാമിലെ വീടുകൾക്കുമുള്ളത്. പക്ഷേ വളരെ വൃത്തിയുള്ളതും ചെടികൾ വെച്ച് ഭംഗിയായിട്ടുള്ള പരിസരവുമാണ് ഇവിടുത്തെ ഓരോ വീടിനുമുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ത്രിപുരയും മിസോറവും തമ്മിൽ നമുക്ക് തോന്നും. ഈ യാത്രയിൽ ഗ്രാമങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കാരണം മിസോറാമിലെ ജനസംഖ്യ വളരെ കുറവാണ്. മിസോറാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 5ാമത്തെ സംസ്ഥാനമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ മിസോ ഭാഷയും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ്. ഇവിടെ ഹിന്ദി അറിയുന്നവർ ഇല്ല. ഈ മിസോറം എന്നുള്ള പദം ഉണ്ടാകുന്നത് 2 വാക്കിൽ നിന്നാണ്. മിസോ വാക്കുകൾ തന്നെയാണത്. മിസോയും അതുപോലെ തന്നെ റാമും എന്നുള്ളത്. മിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ അവരെ തന്നെ വിളിക്കുന്ന പേരാണ് മിസോ. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ മിസോറം എന്ന് പറഞ്ഞാൽ മിസോകളുടെ ഭൂമി എന്ന അർത്ഥം വരുന്നു. 1987 മിസോറം ഒരു സംസ്ഥാനമായിട്ട് മാറുന്നത്. 20 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിൻ്റെ അവസാനമാണ് ഈ സംസ്ഥാനം രൂപീകരിക്കുന്നത്. മിസോ നാഷണൽ ഫ്രണ്ട് 1966 ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ഒരു പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. അവസാനം ലാൽ ഡെങ്കിയും രാജീവ് ഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയനുസരിച്ചാണ് മിസോറം എന്നുള്ള സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനമാണ് മിസോറം. സിക്കിമാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം. 2ാം സ്ഥാനം മിസോറമിനാണ്. 10.9 ലക്ഷം ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ജനസാന്ദ്രത വെറും 52 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയിലെ 10ാം സ്ഥാനത്താണ് മിസോറം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിറ്ററസി റേറ്റ് 91% ആളുകളും സാക്ഷരരാണ്. ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2:30 ടൂയിഡാം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ ചായയും ഒരു എഗ് റോളൊക്കെ കഴിച്ച് 3 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ യാത്രയിലുടനീളം തീരെ വീതി കുറഞ്ഞ ഒട്ടും സൗകര്യമില്ലാത്ത മോശം റോഡുകളിലൂടെയായിരുന്നു യാത്ര. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നിർത്തി ഞങ്ങൾ ഈ മിസോ കുന്നുകളുടെ ഒരു കാഴ്ച ആസ്വദിച്ചു. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വീടുകളോ മറ്റ് നിർമ്മാണങ്ങളൊന്നും കാണാനുണ്ടായിരുന്നില്ല. മിസോറം എന്ന് പറയുന്നത് പൊതുവെ ഒരു കാർഷിക സംസ്ഥാനമാണ്. ഇവരുടെ കാർഷിക രീതി എന്ന് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ ഫാമിംഗ് എന്നുള്ളൊരു പ്രത്യേകതരം കൃഷി രീതിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് ആധുനിക കൃഷി രീതികളിലേക്ക് ഇവിടെയുള്ള ജനങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളെന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ബാംബു ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് ഏതാണ്ട് 871 കിലോമീറ്റർ ദൂരം ദേശീയപാത ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ കണ്ട ദേശീയപാത വളരെ രസകരമായിരുന്നു. കേരളത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് സമാനമായിട്ടുള്ള റോഡ് തന്നെയായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവിടെയുള്ള വാഹനങ്ങൾ അവർ ഹോൺ ഉപയോഗിക്കാറില്ല. കാരണം ഹോൺ ഉപയോഗിക്കുന്നത് മറ്റൊരുവനെ വഴക്ക് പറയുന്നത് പോലെയാണ് എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് മാമിത് എന്ന് പറയുന്നൊരു നഗരത്തിന് പുറത്തെത്തി ഞങ്ങളവിടെ നിർത്തി. വീണ്ടും ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഒരു ചെറിയ ഗ്രാമീണ മാർക്കറ്റിലെത്തിയപ്പോൾ അവിടെ ഞങ്ങൾ നിർത്തി ഓറഞ്ചൊക്കെ വാങ്ങി. ഈ മാർക്കറ്റിലൊക്കെ വിൽപ്പനക്കാർ സ്ത്രീകളാണ്. ഞങ്ങളുടെ ഈ സുമോയുടെ ഡ്രൈവർ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം താമസിക്കുന്നത് കാൺമൂണിലാണ്. നല്ലൊരു സഹായിയായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയ സമയത്തൊക്കെ തന്നെ അദ്ദേഹം തന്നെ ഒരു സ്റ്റോപ്പ് കണ്ടെത്തി നിർത്തുകയാണ് ചെയ്തത്. വൈകുന്നേരം 5:15 ഇരുട്ടായിരുന്നു. അപ്പം റൗപുച്ചിപ്പ് എന്ന സ്ഥലത്ത് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. 7 മണിയോടുകൂടി ഞങ്ങൾ ഐസ്വാൾ നഗരത്തിൻ്റെ സമീപത്തേക്കെത്തി. അകലെ നിന്ന് ഐസ്വാളിൻ്റെ നഗര കാഴ്ച വളരെ മനോഹരമായ ഒന്നായിരുന്നു. 8 മണിയോടുകൂടി ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന മേരിലാൻഡ് ഹോം സ്റ്റേയിലെത്തി. ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്ന ടാക്സി ചാർജിന് പുറമെ ഡ്രൈവർക്ക് കുറച്ച് ടിപ്പ് കൊടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം അത് വാങ്ങിച്ചില്ല. കാരണം മിസോറാമിലുള്ളവർ അവർ ടിപ്പ് വാങ്ങാൻ താല്പര്യമില്ലാത്തവരാണ്. ഈ മേരിലാൻഡ് ഹോം സ്റ്റേയിൽ നിന്നാലും നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ലഭിക്കുമായിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോഴേക്കും ഹോം സ്റ്റേയുടെ അവിടുത്തെ നോക്കാനുള്ള ആൾ പറഞ്ഞു, അത്താഴം കഴിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് കഴിച്ചോ, കാരണം 7 മണിയാകുമ്പോഴേക്കും
ഹോട്ടലുകളൊക്കെ അടയ്ക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം തൊട്ടടുത്തുള്ള 2-3 ഹോട്ടലിൽ വിളിച്ചു ചോദിച്ച് അടയ്ക്കാത്തൊരു ഹോട്ടൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. ജനുവരി 27-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 4-ാം ദിവസം അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. രാത്രി നല്ല തണുപ്പായിരുന്നു. പൊതുവെ വടക്ക് കിഴക്കേ ഇന്ത്യയിൽ തണുപ്പ് കൂടുതലുള്ള സമയമാണ് ജനുവരി മാസം. രാവിലെ ഈ ഹോം സ്റ്റേയുടെ വരാന്തയിൽ നിന്നുകൊണ്ടുള്ള നഗര കാഴ്ച വളരെ ഭംഗിയുള്ള ഒന്ന് തന്നെയായിരുന്നു. അവിടെ വരാന്തയിൽ ഒരു ഇംഗ്ലീഷ് പത്രം കിടക്കുന്നുണ്ട്. വായിക്കാനൊരു ശ്രമം നടത്തി. എത്ര ശ്രമിച്ചിട്ടും ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ബാബു മാഷ് പറഞ്ഞൊരു കാര്യം ഓർത്തത്. വടക്ക് കിഴക്കേ ഇന്ത്യയിലെ പല ഭാഷകൾക്കും ലിപിയില്ല. ലിപിയില്ലാത്തതിനാൽ അവർ ബംഗാളി ഭാഷയോ ഹിന്ദി ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയുടെയോ ലിപികളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മിസോ ഭാഷയ്ക്ക് ലിപിയില്ലാത്തതിനാൽ ഇംഗ്ലീഷ് ലിപിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ മിസോ ഭാഷയിലെ പത്രമാണ് അത് മനസ്സിലാക്കി അത് വായന ഉപേക്ഷിച്ച് റൂമിലേക്ക് മടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9 മണിക്ക് റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് റൈക്കിൽ പോയി തിരിച്ചു വന്ന് നഗരത്തിലെ പരമാവധി കാഴ്ചകൾ കാണണം. അതിനുവേണ്ടി ഒരു ടാക്സി അന്വേഷണം ആരംഭിച്ചു. ഭാഗ്യമെന്ന പോലെ ഒരു സഹൃദയനായൊരു ഡ്രൈവറെ തന്നെ ലഭിച്ചു. ഇവിടെ ഹിന്ദി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, ഇംഗ്ലീഷ് മാത്രമാണ് ഇവർക്കറിയാം. ഇംഗ്ലീഷ് പലർക്കും നന്നായിട്ട് അറിയാം, പക്ഷേ എങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇംഗ്ലീഷ് അത്ര നല്ല വശമല്ല. ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം റൈക്ക് ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ടേക്കുള്ള വഴി വളരെ വീതി കുറഞ്ഞ വഴികൾ തന്നെയാണ്. നഗരത്തിലെ വഴികളായാലും ഗ്രാമത്തിലെ വഴികളായാലും ഒക്കെ വീതി കുറഞ്ഞ വഴികളാണ്. കാരണം ഈ പ്രദേശം മുഴുവൻ മലമ്പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മലയുടെ ചെരുവിൽ വെട്ടിയുണ്ടാക്കിയ വഴികളാണിതൊക്കെ. വാഹനങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടും വലിയ വീതിയിലുള്ള റോഡുകളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇന്നും ഒരു ആൾട്ടോ കാർ തന്നെയാണ് ഞങ്ങളുടെ ടാക്സിയായിട്ട് കിട്ടിയത്. ഈ റൈക്കിലേക്കുള്ള യാത്ര വളരെ വിജനമായ റോഡിലൂടെ തന്നെയാണ്. തുലാങ് റിവർ കടന്ന് ഈ ഒരു വലിയ ചെങ്കുത്തായ മല കയറി. ഈ കയറുന്ന വഴികളൊക്കെ വനം പ്രദേശങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വനസംരക്ഷണവും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഗംഭീരമല്ല. ഇവിടെ ചെക്ക് പോസ്റ്റുകളൊക്കെ വനത്തിന് ചുറ്റുമല്ല, പകരം നഗരത്തിന് ചുറ്റുമാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുകളൊക്കെ എന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. 10:15 ഞങ്ങൾ റൈക്കിൻ്റെ പാർക്കിങ്ങിലെത്തി വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ നിന്ന് ഈ റൈക്ക് മലയുടെ ടോപ്പിലേക്ക് പോകണം. ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഡ്രൈവർ മാൽസോമ ത്ലാത്തുലുങ്ക സോമ അദ്ദേഹം ഞങ്ങളുടെ ഗൈഡായി മാറി. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഒരു നീളൻ കത്തിയെടുത്ത് കയറൊക്കെ ഇട്ട് കെട്ടി അരയിൽ ഫിറ്റ് ചെയ്തു ഞങ്ങളുടെ ഒപ്പം നടക്കാൻ തുടങ്ങി. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന 2 ലിറ്ററിൻ്റെ ഒരു വെള്ളക്കുപ്പിയും എടുത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി. ഞങ്ങളുടെ കയ്യിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത സുഹൃത്തിനെ പോലെ ഞങ്ങളുടെ ഒപ്പം നടത്തം ആരംഭിച്ചു. ഈ കത്തി എടുത്തിരിക്കുന്നത് ഈ വനത്തിലൂടെ നടക്കുമ്പം എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ റൈക്ക് ടോപ്പിലേക്കുള്ള വഴിപണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ മെറ്റൽ പാകിയിരിക്കുന്നത് കൊണ്ട് പല സ്ഥലത്തും ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്ത് നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങളൊരു സ്ഥലത്തെടുത്ത ഷോർട്ട് കട്ട് ഞങ്ങളുടെ വഴി തെറ്റിച്ചു. ഈ റൈക്ക് ടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പുൽമേട്ടിലേക്കാണ് എത്തിയത്. അങ്ങനെ ഈ പുൽമേട്ടിലൂടെ നടന്ന് ഞങ്ങൾ മുന്നിലൊരു മലയുടെ എഡ്ജിലെത്തി. ഈ എഡ്ജിൽ നിന്നാലും വളരെ മനോഹരമായ കാഴ്ചകൾ കാണാം. താഴെ താഴ്വരകളും ഈ റൈക്ക് മലയുടെ മറ്റു ഭാഗങ്ങളൊക്കെ കാണാം. അകലെ ഈ റൈക്ക് ടോപ്പും നമുക്ക് കാണാം. ഈ റൈക്ക് ടോപ്പിലേക്ക് നമുക്ക് നടന്നു വേണം പോകാൻ. അത് ആ നടത്തം മുഴുവൻ ഈ മലയുടെ എഡ്ജിലൂടെയാണ് നടക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി ഈ എഡ്ജിലൂടെ നടത്തം ആരംഭിച്ചു. ശരിക്കും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള നടത്തമായതുകൊണ്ട് തന്നെ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങളൊരു വളരെ പെട്ടെന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു, പട്ടിയിറച്ചിയൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് സ്റ്റാമിന ഇല്ലാത്തതെന്ന്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ ബാഗൊക്കെ വാങ്ങിപ്പിടിച്ച് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ നടന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. അവസാനം ഞങ്ങളൊരു സ്ഥലത്തിരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവിടെ ഇരുന്നപ്പം മിസോറാമിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ ഡ്രൈവറോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിലൊരു പ്രധാനപ്പെട്ട ഒരു നമ്മളെയൊക്കെ ആകർഷിച്ച ഒരു കാര്യം, ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്
ഒരു മിശ്ര സംസ്കാരമാണ്. മിസോ ഗോത്ര സംസ്കാരത്തിൻ്റെയും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു മിശ്രിതമാണ്. അതിനുള്ള കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ പാശ്ചാത്യ മിഷണറിമാർ വരികയും ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഏതാണ്ട് ജനസംഖ്യയുടെ ഏതാണ്ട് 90% ആളുകളും ക്രിസ്തുമത വിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോത്ര സംസ്കാരത്തിൻ്റെയും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു മിശ്രിതമായിട്ടാണ് ഇവരിവിടെ ജീവിക്കുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, ഇവിടെയുള്ള വിവാഹങ്ങളിൽ 98% ലവ് മാരേജാണ്. അതായത് ഓരോരുത്തരും അവരുടെ ജീവിത പങ്കാളിയെ അവർ തന്നെ കണ്ടെത്തുന്നു. ബാക്കി 2% അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അബ്നോർമലായിട്ടുള്ള മാരേജ്. കാരണം ഒരു 35-40 വയസ്സായിട്ടും പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ, അവരെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടി ഒരു പങ്കാളിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കും. അതാണ് ഇവിടുത്തെ അറേഞ്ച്ഡ് മാരേജ്. അതിൽ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞത് പ്രണയം എങ്ങനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. ഒരാളോട് ഒരു പ്രണയം തോന്നിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയിക്കുന്നു. അത് കൺഫേം ആകുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് ചെന്ന് പറഞ്ഞ് ഈ ആൺകുട്ടീനെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കും. അങ്ങനെ ഈ ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ പെൺകുട്ടി അവളുടെ വീട്ടുകാരുടെ മുന്നിൽ ഈ ആൺകുട്ടി തൻ്റെ കാമുകനാണ് എന്ന് പരിചയപ്പെടുത്തുന്നതോടുകൂടിയാണ് ഔദ്യോഗിക പ്രണയം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഔദ്യോഗിക പ്രണയം എന്ന് പറഞ്ഞാൽ അതും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അറിവോടെയും അംഗീകാരത്തോടെയുമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ആ ജീവിത ശൈലിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിവരിച്ച് ഞങ്ങൾ മെല്ലെ നടന്ന് ഈ റെയ്ക് ത്ലാങ്ങിലെത്തി. റെയ്ക് ത്ലാങ് എന്ന് പറഞ്ഞാൽ റെയ്ക് ടോപ്പ്, ഈ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഇത്. ഈ റെയ്ക് ടോപ്പിന് പറയുന്ന പേര് ഫ്ലെച്ചേഴ്സ് ലുക്ക് ഔട്ട് എന്നാണ്. ഐസ് വാളിലേക്ക് തിരിഞ്ഞ് ഏതാണ്ട് 1465 മീറ്റർ ഉയരമുള്ള ഒരു മലയുടെ ശിഖരമാണ് ഈ റെയ്ക് ടോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴ്വര കാഴ്ചകളും അതുപോലെ തന്നെ അങ്ങകലെ ഐസ് വാളിൻ്റെ നഗരക്കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന ദിവസം അന്തരീക്ഷം ക്ലിയർ അല്ലാത്തത് കൊണ്ട് വല്ലാതെ ഭംഗിയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ക്ലിയർ ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ അകലെ ബംഗ്ലാദേശിൻ്റെ താഴ്വരകൾ വരെ കാണാമെന്നാണ് പറയുന്നത്. എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം ആരംഭിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു മഞ്ഞ കൂടിയ പച്ച നിറത്തിലുള്ള താഴ്വരകളാണ് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കൊക്കയിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു കല്ലിൽ കയറി ഫോട്ടോ എടുക്കുന്നത് അവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ റെയ്ക് ടോപ്പ് എന്ന് പറയുന്നത് ഈ ആ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പിംഗ് സൈറ്റാണ്. പൊതുവെ മറ്റ് സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളൊന്നും തന്നെ അങ്ങോട്ടേക്ക് വരുന്നില്ല. പ്രധാനമായിട്ട് മിസോറമിലെ ആളുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന യാത്രക്കാരായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്ത് തിരിച്ചുള്ള നടത്തം ആരംഭിച്ചു. തിരിച്ച് ഈ എഡ്ജിലൂടെയുള്ള യാത്ര ഒഴിവാക്കി റോഡിലൂടെ തന്നെ നടക്കാൻ തീരുമാനിച്ചു. ഈ മെറ്റൽ പാകിയിരിക്കുന്ന റോഡിലൂടെ നടക്കുമ്പം വനത്തിലൂടെ ആയതുകൊണ്ട് തണലത്തൂടെ നടക്കാമായിരുന്നു. അതൊരു സുഖമുള്ളൊരു നടത്തം തന്നെയായിരുന്നു. പൊതുവെ വടക്ക് കിഴക്കേ ഇന്ത്യയിൽ ജനുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള കാലമാണ്. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സംസ്ഥാനം ഈ മിസോറം തന്നെയാണ്. രാത്രി 6 ഡിഗ്രി വരെ തണുപ്പാകും. പകല് പരമാവധി ഒരു 14-15 ഡിഗ്രി ചൂട് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ത്രിപുരയിലായിരുന്നപ്പോഴും രാത്രി ഒരു 9 ഡിഗ്രി വരെയും പകല് ഒരു 17-18 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കേ ഇന്ത്യ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ആണ് ഇത്. പക്ഷേ പച്ചപ്പ് കുറവാണ് എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു പ്രശ്നം. നടന്നു വരുന്ന വഴിക്ക് ഒരു വലിയ പ്രകൃതിദത്തമായ ഗുഹ കണ്ടു. ബാഗ് പുക്ക് എന്നാണ് ആ ഗുഹയ്ക്ക് പറയുന്ന പേര്. എന്ന് പറഞ്ഞാൽ വവ്വാൽ ഗുഹ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞ വിവരം അനുസരിച്ച് മിസോ നാഷണൽ ഫ്രണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് MNFൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒളിത്താവളമായിരുന്നു അത്രേ ഇത്. ഞങ്ങളുടെ ഡ്രൈവറുടെ അമ്മാവൻ അദ്ദേഹം MNFലെ ഒരു അംഗമായിരുന്നു അത്രേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ മെല്ലെ താഴെ പാർക്കിങ്ങിലേക്ക് നടന്നു വന്നു. 12:40 ഞങ്ങൾ റീക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് വില്ലേജാണ്. സോ ഖുവ എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ എന്ന് പറഞ്ഞാൽ മിസോ, ഖുവ എന്ന് പറഞ്ഞാൽ വില്ലേജ്. അപ്പം അങ്ങനെ മിസോകളുടെ ഒരു വില്ലേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. മുള കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഈ ഗ്രാമം.
ഒരു മാതൃക എന്ന നിലയിൽ ഏതാനും കുറച്ച് വീടുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ബാച്ചിലേഴ്സ് ഡോർമെട്രിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലെ വിവാഹം കഴിക്കാത്ത യുവാക്കൾ ആയുധങ്ങളുമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് ഈ ബാച്ചിലേഴ്സ് ഡോർമെട്രി. അതായത് പ്രാചീന കാലത്ത് ഗ്രാമങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളോ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രാമത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഈ ഡോർമെറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗ്രാമത്തലവൻ്റെ വീടാണ്. അവിടുത്തെ ആ ഗ്രാമത്തലവൻ്റെ വീട് തിരിച്ചറിയുന്നതിനുള്ള മാർഗം മുന്നിൽ മിഥുൻ എന്ന കാട്ടുപോത്തിൻ്റെയും മാനുകളുടെയൊക്കെ കൊമ്പോട് കൂടിയ തലയോട്ടികൾ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കയറി ഞങ്ങളതൊക്കെ കണ്ടു. അതിൻ്റെ പഴയ അവരുടെ വീട്ടിലെ ഉപകരണങ്ങളും വീടിൻ്റെ നിർമ്മാണ ശൈലിയൊക്കെ നിലത്ത് ചേർന്നല്ല വീടുണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം മണ്ണിനോട് ചേർന്നിരിക്കും, ബാക്കിയുള്ള ഭാഗം മുഴുവൻ കാലിലുയർത്തി അതിന് മുകളിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ നിർമ്മിച്ച് അതിലാണ് ഈ വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമത്തിലൂടെ നടന്ന് കണ്ടു. അതുപോലെ ധീരന്മാരുടെ അല്ലെങ്കിൽ പോരാളികളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തം നിലയിൽ കടുവേനെയോ പുലിനെയൊക്കെ വേട്ടയാടി പിടിക്കുന്ന ആളുകളെയാണ് ധീരന്മാർ അല്ലെങ്കിൽ പോരാളികളായിട്ടൊക്കെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വിധവകളുടെ വീട്, സാധാരണ ഗ്രാമീണരുടെ വീടുകൾ, അങ്ങനെ കുറേയധികം വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. 20 മിനിറ്റോളം ഞങ്ങൾ കറങ്ങി ഈ വീടുകളൊക്കെ കണ്ട് നടന്നു. ഈ ഗ്രാമം വർഷം തോറും നടത്തുന്ന ഒരു ആന്തൂറി ഫെസ്റ്റിൻ്റെ വേദി കൂടിയാണ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഈ റേക്ക് ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ നടന്നു. ഈ പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്ത് ഗ്രാമീണ സ്ത്രീകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും മിസോറാമിലെ ഗ്രാമീണ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ചൈനീസ് മെനു തന്നെയാണ്. അതൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് റൈസ് ബിയറാണ്. എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ബിയറാണ്. ഞാൻ അത് കുടിച്ച് വയറിളക്കം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ അതൊന്നും കഴിച്ചില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ ഐസ് വാളിലേക്ക് മടങ്ങി. പോയ അതേ വഴിയിലൂടെ തന്നെയാണ് തിരിച്ചുള്ള യാത്ര. ഞങ്ങൾ തിരിച്ച് ഐസ് വാളിലെത്തിയിട്ട് ആദ്യം കണ്ടത് ത്ലാങ്നം വ്യൂ പോയിൻ്റാണ്. ഐസ് വാളിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇത്. ഈ മലയുടെ പേര് മോൺഫോർട്ട് ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു സ്കൂളിൻ്റെ അടുത്താണ് ഞങ്ങൾ നിർത്തിയത്. ആ സ്കൂളിൻ്റെ മുന്നിലൂടെ നടന്ന് ഞങ്ങൾ വ്യൂ പോയിൻറ്റിന് മുകളിലേക്ക് എത്തി. പക്ഷേ ഈ ഐസ് വാളിൽ എത്തിയതിന് ശേഷം ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ ത്ലാങ്നം വ്യൂ പോയിൻ്റ്. അതുപോലെ തന്നെ മദ്യപന്മാരുടെയൊക്കെ ഒരു പ്രദേശമായിട്ടാണ് അത് തോന്നിയത്. മിസോറം പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. പിന്നെ എവിടെ നിന്നാണ് ഇവിടെ ഇവർക്ക് മദ്യം ലഭിച്ചതെന്നൊക്കെ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഞങ്ങളെന്തായാലും അധികം സമയമൊന്നും ചിലവഴിച്ചില്ല. വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ നീങ്ങി. അത് ഈ ഐസ്വാൾ നഗരത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വ്യൂ പോയിൻ്റാണ്. ഹങ്കി ലുങ്കൈ ത്ലാങ് എന്നാണ് ആ വ്യൂ പോയിൻറ്റിൻ്റെ പേര്. അങ്ങനെ ഈ ഐസ്വാൾ നഗരം മുറിച്ചു കടന്നു വേണം ഈ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വഴിയിൽ ശനിയാഴ്ച മാർക്കറ്റ് വളരെ സജീവമായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി എല്ലാ ശനിയാഴ്ചയും ഈ ഐസ്വാൾ നഗരത്തിലെത്തും. എന്നിട്ട് അവർ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തും. എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഇവിടെ ഈ ഫുട്പാത്തിൽ നമുക്ക് ലഭിക്കും. മറ്റ് എല്ലാ വടക്ക് കിഴക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഇവിടെയും സ്ത്രീകളാണ് പ്രധാനപ്പെട്ട കച്ചവടക്കാർ. ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഞായറാഴ്ച പൂർണ്ണമായും അവധിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ശനിയാഴ്ച ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഈ റോഡ് സൈഡ് നിറച്ച് ഇത്തരത്തിലുള്ള കച്ചവടക്കാർ വന്ന് നിരക്കുന്നത്. ഞങ്ങൾ ഈ ഐസ്വാൾ നഗരത്തിലൂടെയുള്ള യാത്ര ഹോണുകളൊന്നുമില്ലാതെ സൈലൻ്റ് ആയിട്ടുള്ള യാത്രയാണെങ്കിലും ഈ വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനായിരുന്നു. ശരിക്കും ട്രാഫിക് ജാമിൽ പെടുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേതുപോലെ തന്നെ വലിയ ഷോപ്പുകളും മാളുകളും ഒക്കെ ഈ ഐസ്വാൾ നഗരത്തിലും ധാരാളമുണ്ട്. അങ്ങനെ നഗര കാഴ്ചകളൊക്കെ ആസ്വദിച്ച് 4:15 ഞങ്ങൾ ഹങ്കി ലുങ്കൈ ത്ലാങ്ങിലെത്തി. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഈ വ്യൂ പോയിന്റിലേക്ക് കയറി.
അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയില്ല. ഞങ്ങളവിടെ വ്യൂ പോയിൻറ്റിൽ സൂര്യാസ്തമയനത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ സ്ഥലത്തിന് ഈ പേര് വന്നതിൻ്റെ കാരണം അങ്കിലെങ്ക്ലൈൻ എന്ന് പറയുന്ന ഒരു രാജ്ഞി ഇവിടെ നിന്നും കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു എന്ന പേരിൽ, ആ രാജ്ഞിയുടെ പേരിലാണ് ഈ പോയിൻ്റ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഐസ്വാൾ നഗരത്തിൻ്റെ കാഴ്ചയാണ്. സന്ധ്യയാകുന്നതോടുകൂടി ഈ നഗരത്തിന് മുകളിൽ ഓറഞ്ച് നിറത്തിലുള്ള സ്കൈ ലൈനും നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു അത്. ഇരുട്ടായതോടുകൂടി നഗരത്തിലെ ലൈറ്റുകൾ ഓരോന്നായി തെളിഞ്ഞ് അങ്ങനെ നഗരം മുഴുവൻ ലൈറ്റുകളാൽ നിറഞ്ഞു. അത് അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് 5:30 ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. 6:10 ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ജനുവരി 28 ഞങ്ങളുടെ യാത്രയുടെ 5-ാം ദിവസം. ഇന്ന് ഞങ്ങൾ ഐസ്വാളിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള സോളമൻ ടെമ്പിൾ കണ്ട് ഫ്ലൈറ്റിൽ ഇംഫാലിലേക്ക് പോകും. രാവിലെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. 7:30 ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി. തലേദിവസം ഞങ്ങളെ ഐസ്വാളിലെ കാഴ്ചകളൊക്കെ കാണിക്കാൻ കൊണ്ടുപോയ സോമ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ സോളമൻ ടെമ്പിളിലേക്ക് പോയി. 7:35 ഞങ്ങൾ അവിടെ എത്തി. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നതുള്ളത് കൊണ്ട് തന്നെ പള്ളിക്കുള്ളിലേക്ക് ഇന്ന് പ്രവേശനമില്ല. പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ കണ്ടത്. കൊഹ്റാൻ തിയാങ്ലി എന്ന ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പള്ളിയാണ് ഈ സോളമൻ ടെമ്പിൾ. 1984 ഡോക്ടർ EB സെയ്ലോ എന്നയാളാണ് ഈ ഒരു സഭ സ്ഥാപിച്ചത്. 1996 ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി തറക്കല്ലിട്ടു. 2017 ഡിസംബർ 25 നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. ബൈബിളിലെ സോളമൻ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ അതേ അളവുകളിലാണ് ഈ പള്ളിയും നിർമ്മിച്ചിരിക്കുന്നത്. 15 മിനിറ്റോളം ആ പള്ളിയുടെ മുൻഭാഗത്ത് ചെലവഴിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങി. ഐസ്വാളിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ അകലെയാണ് ഇവിടുത്തെ എയർപോർട്ട്. ലങ്പുയ് എയർപോർട്ട് എന്നാണ് എയർപോർട്ടിൻ്റെ പേര്. 8:55 ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ഡ്രൈവർ സോമ, ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പേര് നമ്മൾ സോമ എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഈ മിസോ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് അത് നമ്മളീ പറയുന്ന പോലെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വാങ്ങുകയാണ് ചെയ്തത്. അതിങ്ങനെയായിരുന്നു. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആകാശ എയറിൽ കയറി ഇംഫാലിലേക്ക് പോകണം. ഫ്ലൈറ്റ് 11:35. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം സമയം ഇവിടെ ചിലവഴിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ കുറേ സമയം ഞങ്ങൾ പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഈ ലങ്പുയ് എയർപോർട്ട് വളരെ ചെറിയ ഒരു എയർപോർട്ടാണ്. പക്ഷേ ഇന്ത്യയിലെ ടേബിൾ ടോപ്പ് എയർപോർട്ടുകളിൽ ഏറ്റവും നീളമുള്ള റൺവേ ഉള്ളതും ഇവിടെയാണ്. ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിലേക്ക് കയറി. 11:10 ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു. ഇവിടെ വിമാനത്തിൽ കയറുന്നതിന് വേണ്ടി എയറോ ബ്രിഡ്ജോ അതുപോലെ തന്നെ ബസ്സിൽ കൊണ്ടുപോയി ഈ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ട് വിടുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ റൺവേയിലേക്ക് നടന്ന് ചെന്ന് വിമാനത്തിൽ കയറണം. അതാണ് ഇവിടുത്തെ രീതി. അങ്ങനെ ഞങ്ങൾ നടന്ന് വിമാനത്തിൽ ചെന്ന് കയറി. ഇവിടുത്തെ റൺവേയുടെ ചുറ്റും വലിയ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. വിമാനത്തിൽ വളരെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. രാവിലെ ടിക്കറ്റ് നിരക്ക് കണ്ടപ്പോഴേ ഞങ്ങൾക്കത് തോന്നിയിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തലേദിവസം വരെ 1400 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ദിവസം അത് 1200 കുറഞ്ഞു. ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് 900 പിന്നെ അത് 800 അങ്ങനെ കുറഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ കേട്ടത് 599 രൂപയായിട്ട് ടിക്കറ്റ് ഫെയർ കുറഞ്ഞിരുന്നു. നിർദ്ദിഷ്ട സമയത്തിന് 10 മിനിറ്റ് മുമ്പ് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ഈ ഐസ്വാളിൽ നിന്ന് ഇംഫാലിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. താഴെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് നഗരങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നുള്ളൂ. 12:10 ഞങ്ങൾ ഇംഫാലിലെത്തി. അഗർത്തല ഐസ്വാൾ എയർപോർട്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു എയർപോർട്ടാണ് ഇംഫാലിലേത്. മണിപ്പൂരിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ആശങ്കയോടെയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ടാക്സി അന്വേഷിച്ചു. എയർപോർട്ട് കൗണ്ടറിൽ നിന്ന് തന്നെ ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ ലോക്ടാക്ക് ലേക്കിലേക്ക് യാത്ര തിരിച്ചു. ഇംഫാൽ താഴ്വരയിലൂടെയുള്ള റോഡ് സ്ട്രെയിറ്റ് ആണ്. താഴ്വരകൾക്ക് അതിരായി അകലെ മലനിരകളൊക്കെ നമുക്ക് കാണാം. 2023 മണിപ്പൂർ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ഉണ്ടായതിനാലാണ് ഞങ്ങൾ ശരിക്ക് ഡിസംബറിൽ ടിക്കറ്റ് എടുക്കുന്നത്.
എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ജനുവരി 25-ാം തീയതി മെയ്തി MLA-മാരെ കാംഗ്ല ഫോർട്ടിൽ മെയ്തി തീവ്രവാദ ഗ്രൂപ്പായ അറംബായി തെങ്കോൾ അവർ വിളിച്ചു വരുത്തുകയും അതിൽ 3 പേരെ മർദ്ദിച്ച് എന്നിട്ട് സത്യം ചെയ്യിക്കലൊക്കെ ഉണ്ടായി എന്ന് വാർത്ത വായിച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ആളുകൾ വീതം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനാൽ ആകെപ്പാടെ ഒരു ആശങ്കയിലാണ് ഞങ്ങളിവിടെ യാത്ര ചെയ്യുന്നത്. ഈ റോഡിലെവിടെ എല്ലായിടത്തും മെയ്തി കൊടികൾ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് മനസ്സിലായില്ല, ഇത് എന്ത് കൊടിയാണ് എന്നറിയാൻ വേണ്ടി ഡ്രൈവറോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് ഡ്രൈവർ മെല്ലെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇംഫാൽ താഴ്വര എന്ന് പറയുന്നത് ഈ താഴ്വര മുഴുവൻ മെയ്തി വിഭാഗത്തിൻ്റെ ഏരിയയാണ്. ഈ പ്രശ്നം ആരംഭിക്കുന്നത് മെയ് മാസത്തിൽ മെയ്തി വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കുക്കി ഏരിയയിൽ നിന്നും എന്ന് പറഞ്ഞാൽ കുക്കികളുടെ ഏരിയ എന്ന് പറയുന്നത് മലപ്രദേശമാണ്, അവിടെ നിന്നും മെയ്തികളെ ആട്ടി ഓടിച്ചു. അതിനെ തുടർന്ന് താഴ്വരയിൽ നിന്നും കുക്കി വിഭാഗങ്ങളെയും ആട്ടി ഓടിക്കാൻ ആരംഭിച്ചു. ഈ അക്രമങ്ങളിലാണ് ഏതാണ്ട് 200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും പീഡനങ്ങൾക്ക് ഇരകളാവുകയൊക്കെ ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടന്നത് ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ ജില്ലകളിലാണ്. അതിലെ ബിഷ്ണുപൂർ ജില്ലയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഏതാണ്ട് ഈ ജില്ല അതിർത്തി, അതായത് ചുരാചന്ദ്പൂർ അതിർത്തിയിലേക്ക് ഞങ്ങൾ ഇന്ന് എത്തും. ആശങ്ക വർദ്ധിക്കാൻ ഇനി വേറെ കാരണമൊന്നും വേണ്ടിയിരുന്നില്ല. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് അറംബായി തെങ്കോൾ ഗ്രൂപ്പിൻ്റെ 2 വാഹനങ്ങൾ മുന്നിൽ പോകുന്നത് കണ്ടത്. അതിലൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് സമയം മുമ്പിലെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ നിർത്തേണ്ടി വന്നു. അങ്ങനെ ഈ 2 വാഹനങ്ങളുടെ നടുവിൽ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഒന്ന് നടുങ്ങി. പക്ഷേ ഞങ്ങളുടെ ഭയാശങ്ക നീക്കുന്നതിന് വേണ്ടി ഡ്രൈവർ എൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു. നിങ്ങൾ കുക്കികളല്ലാത്തതിനാൽ ഒരു കുഴപ്പവുമില്ല, കുക്കികളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ സൗത്ത് ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാവും. അതിന് കാരണം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കിയത് സേലത്ത് വെച്ചാണ്. തന്നെയുമല്ല, നിങ്ങൾക്ക് മണിപ്പൂരിൽ എവിടെയും യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം അറിയിച്ചു. കാരണം നിങ്ങൾ കുക്കികളോ മെയ്തികളോ അല്ല. പക്ഷേ ഡ്രൈവർക്ക് കഴിയില്ല. കാരണം ഇനി അദ്ദേഹം ഇവിടുന്ന് ചുരാചന്ദ്പൂരിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരും, അദ്ദേഹത്തെ അവർ തീർക്കും. കാരണം അദ്ദേഹം ഒരു മെയ്തി വിഭാഗക്കാരനാണ്. 1 മണിയോടുകൂടി ഞങ്ങൾ ലോക്ടാക്ക് ലേക്കിലെത്തി. ആദ്യം ഞങ്ങൾ സെന്ദ്ര പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് പോയത്. ഇത് ലേക്കിന് നടുവിലുള്ള ഒരു ദ്വീപാണ്. ഈ ദ്വീപ് കുറച്ച് ഉയരമുള്ളൊരു ദ്വീപുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തടാകം വളരെ ഭംഗിയായിട്ട് കാണാം. അതിനാണ് ഞങ്ങൾ ഈ റിസോർട്ടിലേക്ക് കയറിയത്. റിസോർട്ടിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ തടാകത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. എല്ലാവരെയും പ്രത്യേകം ആകർഷിക്കുന്ന ഒരു കാഴ്ച ഈ തടാകത്തിൽ പച്ച പുല്ല് നിറഞ്ഞ വൃത്തത്തിലുള്ള ഒരു ഡിസൈനാണ്. ഇതിനെ പറയുന്ന പേര് ഫുംഡി അല്ലെങ്കിൽ ഫുംതി എന്നാണ് പറയുന്നത്. ഇത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒന്നാണ്. മണ്ണിൻ്റെയും ഡീകമ്പോസ് ചെയ്യുന്ന ജൈവാവശിഷ്ടങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ ഒരു മിശ്രിതമാണ് ഈ ഫുംതി എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള ചെടികൾ മാത്രമാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് പുല്ല് മാത്രം കാണുന്നു. അത് വളരുന്നത് ഈ വേരിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മണ്ണിൻ്റെയും ജൈവാവശിഷ്ടങ്ങളുടെയൊക്കെ മുകളിലാണ്. ഇവിടെ ഈ വൃത്താകൃതിയിൽ കാണുന്ന ഫുംഡിയെ അദഫംസ് എന്നാണ് പറയുന്നത്. അത് മീൻ പിടിക്കുന്നതിന് വേണ്ടി കൃത്രിമമായി ഇവിടെ സൃഷ്ടിക്കുന്നവയാണ്. തടാകത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി തങ്ക കരാങ്ക് കീതേൽ എന്ന സ്ഥലത്തേക്ക് നീങ്ങി. ഈ നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളെല്ലാം തടാകത്തിൻ്റെ നടുവിലുള്ള ദ്വീപിലൂടെയാണ്. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ ധാരാളം ഫുംഡികളുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത്. അവിടെ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെയുള്ള ഗ്രാമങ്ങളിലൊക്കെ സ്ത്രീകൾ സംഘം ചേർന്ന് ഇങ്ങനെ റോഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് നടന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണത്രേ. ഞങ്ങൾ 1:50 ഈ തങ്ക കരാങ്ക് കീതേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം തങ്ക എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ നേരെ അക്കരെ കാണുന്ന ദ്വീപാണ് കരാങ്ക്. ഇവിടെ നിന്ന് ഒരു ബോട്ടിംഗ് നടത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ മാർക്കറ്റിലൂടെ നടന്ന് കണ്ട് ഞങ്ങൾ ബോട്ടിങ് ആരംഭിച്ചു. ശരിക്കും മുന്നിൽ കാണുന്ന കരാങ് ദ്വീപിലേക്കാണ് ഇവിടുന്ന് സാധാരണ ബോട്ടിങ്ങിൽ ആളുകളൊക്കെ പോകാറുള്ളത്. പക്ഷേ ഞങ്ങൾ ആ ദ്വീപിലേക്ക് പോയില്ല. പകരം ദ്വീപിന് ചുറ്റുമുള്ള ഒരു ബോട്ടിങ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ലോക്ടാക് ലേക്ക് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. മെയ്തി ഭാഷയിൽ ലോക്ടാക് പാറ്റ് എന്നാണ് പറയുന്നത്.
അതിൽ ലോക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രീം എന്നും ടാക്ക് എന്ന് പറഞ്ഞാൽ എൻഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്ട്രീമിൻ്റെ ഒരു എൻഡ് എന്നുള്ള കണക്കാലാണ് ലോക്ക് ടാക്ക് എന്നുള്ള പേര് വന്നത്. ഈ തടാകം ശരാശരി 287 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമാണുള്ളത്. നല്ല വേനൽക്കാലമാകുമ്പം 250 കിലോമീറ്റർ സ്ക്വയറായിട്ട് ചുരുങ്ങും. മഴക്കാലമൊക്കെ ആകുമ്പോൾ, വലിയ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 500 കിലോമീറ്റർ സ്ക്വയർ വലിപ്പം വരെ വരികയും ചെയ്യും. ഇവിടെ കാണുന്ന ഉയരം കൂടിയ ദ്വീപുകളല്ലാതെ കാണുന്ന എല്ലാ കരയും ചെടിയും എല്ലാം ഒഴുകി നീങ്ങുന്നവയാണ്. ചെടികൾക്ക് ആവശ്യമായ ലവണങ്ങളൊക്കെ വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ലഭിക്കും. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ തടാകം. കൃഷിക്കുള്ളതും കുടിവെള്ളത്തിനുള്ളതുമായിട്ടുള്ള വെള്ളം ലഭിക്കുന്ന ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഹൈഡ്രോ പവർ ജനറേഷൻ, മീൻപിടുത്തക്കാർക്കുള്ള അവരുടെ വരുമാന മാർഗം തുടങ്ങിയ രീതിയിലൊക്കെ ഈ തടാകം ഗ്രാമീണരെ സഹായിക്കുന്നുണ്ട്. ഈ തടാകത്തിലൂടെയുള്ള ബോട്ടിങ് വളരെ ആസ്വാദികരമായ ഒന്ന് തന്നെയായിരുന്നു. ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഈ ദ്വീപിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ദ്വീപിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നു. മീൻപിടുത്തക്കാരെ കാണാമായിരുന്നു. ധാരാളം പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ കണ്ട് ഞങ്ങൾ 2:30 തിരിച്ച് ഞങ്ങൾ ഈ കടവിലെത്തി. തുടർന്ന് ഈ ലേക്കിൻ്റെ ഭാഗമായിട്ടുള്ള കൈബോൾ ലംചോ നാഷണൽ പാർക്ക് സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ നീങ്ങി. ലേക്കിൻ്റെ കരയിലൂടെ തന്നെയാണ് യാത്ര. ഈ നാഷണൽ പാർക്കിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. 3 ഞങ്ങൾ ഈ നാഷണൽ പാർക്കിനുള്ളിലുള്ള വ്യൂ പോയിന്റിലെത്തി. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന വിശാലമായ പുൽമേടാണ് ഈ നാഷണൽ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. ഇതൊക്കെ ഫുംടി ആണ്, അതായത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളാണ്. അതായത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികളും മണ്ണും ജൈവാവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഈ നാഷണൽ പാർക്കിനെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് വിളിക്കുന്നത്. ഏതാണ്ട് 40 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു നാഷണൽ പാർക്കാണ് ഇത്. ലോകത്തിൽ ഇത്തരത്തിൽ ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ, അതായത് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ലോകത്തിൽ ഒരെണ്ണേ ഉള്ളൂ, അത് ഇതാണ്. ഈ ഫുംഡിയിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് സംഗായ് ഡിയറാണ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഭാഗ്യമെന്നാണ്, ഞങ്ങളെ കാണാനൊരു സംഗായ് മാൻ വന്നിരുന്നു. ഷനോജ് മാഷിൻ്റെ ക്യാമറയിലൂടെ അതിനെ വ്യക്തമായി ഞങ്ങൾ കണ്ടു. ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ ഈ നാഷണൽ പാർക്കിൻ്റെ സവിശേഷതകളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യൂ പോയിന്റിൻ്റെ താഴെയുള്ള ഒരു കടവിൽ നിന്ന് ഒരു ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ രസകരമാണ്. ഒരു തോണിക്ക് മാത്രം പോകാവുന്ന വീതിയുള്ള ഒരു കനാലിലൂടെ ഞങ്ങളുടെ വഞ്ചിക്കാരൻ ഞങ്ങളെ കൊണ്ടുപോയി. ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോണി നിർത്തി. ഇനി ഈ കാണുന്ന കരയിൽ ഇറങ്ങാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളവിടെ ഇറങ്ങി. ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ തറ ഒട്ടും സ്റ്റേബിൾ അല്ല. ഒരു ബെഡ് വെള്ളത്തിന് മുകളിലിട്ട് അതിൽ നമ്മൾ നിൽക്കുന്ന പോലെ തോന്നി. ചവിട്ടുന്ന ഭാഗം താഴേക്ക് അമരും. അങ്ങനെ ഉറപ്പില്ലാത്തൊരു സ്ഥലമാണ്. ഈ ചവിട്ടി താഴുന്ന ഭാഗത്ത് വെള്ളം കയറി വരും, കാല് നനയും. അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു ഉറപ്പില്ലാത്ത സ്ഥലത്തുകൂടി നടക്കുന്നത് പോലെ നടക്കണം. പക്ഷേ നമ്മളൊരിക്കലും താഴ്ന്നു പോവുകയുമില്ല. ഇപ്പോഴാണ് ശരിക്കും എന്താണ് ഫുംഡി എന്നും ഈ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്നൊക്കെ മനസ്സിലായത്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു നാഷണൽ പാർക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഈ ഫുംഡിയുടെ മുകളിലൂടെ നടന്ന് ഞങ്ങളുടെ പരീക്ഷണമൊക്കെ അവസാനിപ്പിച്ച് തിരികെ കരയിലെത്തി. ഞങ്ങൾ ഇംഫാലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മൊയ്റാങ്ങിലെത്തിയപ്പോഴേക്കും റോഡിൻ്റെ സൈഡ് നിറയെ മെയ്ര പേബി അംഗങ്ങൾ നിരന്നിരുന്നു. ഇന്നത്തെ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ട ആൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വന്നവരാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പണ്ട് സൈനികരുടെ അതിക്രമങ്ങൾക്കെതിരെ ഈ മെയ്ര പേബി നടത്തിയ സമരങ്ങളും മണിപ്പൂർ കലാപകാലത്ത് അവർ നടത്തിയ ഇടപെടലുകളൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി കണ്ട ഒരു കടുക് പാടത്ത് ഞങ്ങളിറങ്ങി. കടുക് പൂത്തു നിൽക്കുന്ന മനോഹര കാഴ്ച ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഇത്രയും മനോഹരമായ ഈ താഴ്വരയിലാണ് ഇത്രയും വലിയ കലാപങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. അവിടുത്തെ കൃഷിക്കാരന് നന്ദി പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇംഫാലിലേക്ക് മടങ്ങി. ബിഷ്ണുപൂരിലെത്തിയപ്പോൾ 4:45 15-ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന ക്ഷേത്രം ഞങ്ങൾ കാണാൻ വേണ്ടി കയറി. വളരെ ചെറിയൊരു ക്ഷേത്രമാണ്, ബംഗാളി ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ നഗരത്തിനും ഈ ജില്ലയ്ക്ക് ബിഷ്ണുപൂർ എന്ന പേര് വന്നത്. 5 മണിയോടുകൂടി ഞങ്ങൾ ഇംഫാലിനടുത്തുള്ള ഒരു വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി കയറി. ആ വാർ മെമ്മോറിയലിൻ്റെ പേര്
ജാപ്പനീസ് വാർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഇംഫാൽ പീസ് മ്യൂസിയം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇംഫാലിലും കൊഹിമയിലും വെച്ച് നടന്ന ആംഗ്ലോ ജാപ്പനീസ് യുദ്ധത്തിൻ്റെ ശേഷിപ്പുകൾ വഹിക്കുന്ന ഒരു സ്മാരകമാണ് ഇത്. ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇംഫാലിലും കൊഹിമയിലും നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് സൈനികർക്ക് ആദരവായിട്ടാണ് ഈ ഒരു വാർ മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഏഷ്യയിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യുദ്ധമായിരുന്നു ഇംഫാൽ കൊഹിമ യുദ്ധം എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് 5:40 ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഇംഫാൽ നഗരത്തിനുള്ളിലുള്ള സംഗായ് കോണ്ടിനെൻ്റൽ എന്ന ഹോട്ടലിൽ ഞങ്ങൾ എത്തി. ജനുവരി 29 ഞങ്ങളുടെ യാത്രയുടെ 6ാം ദിവസം. ഇന്ന് ഞങ്ങൾ ഇംഫാലിലെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങും. രാവിലെ ഹോട്ടലിൽ നിന്ന് 9:20 കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇറങ്ങി. ഒരു ഓട്ടോറിക്ഷയിൽ ഇംഫാൽ വാർ സെമിത്തേരി കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇംഫാലിലും കൊഹിമയിലും വെച്ച് കൊല്ലപ്പെട്ട 1600 സൈനികരെ സംസ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു വാർ സെമിത്തേരി അല്ലെങ്കിൽ വാർ മെമ്മോറിയലാണ്. ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് ചെയ്തത്. കൃത്യമായ പരിപാലനമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കാട് പിടിച്ച അവസ്ഥയിലാണിത് ഉള്ളത്. ഫോട്ടോകളിലൊക്കെ വളരെ മനോഹരമായൊരു വാർ സെമിത്തേരി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ഗേറ്റിന് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഇംഫാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ള കാംഗ്ല ഫോർട്ടിലേക്ക് മടങ്ങി. 9:45 ഈ ഫോർട്ടിന് മുന്നിലെത്തി. തിങ്കളാഴ്ച ഈ മോണിമെൻറ്റും അവധിയാണ്. കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഞങ്ങളെ കയറ്റി വിട്ടില്ല. പുറത്ത് നിന്ന് ഈ ഒരു ഗേറ്റ് മാത്രം ഞങ്ങൾ കണ്ടു. മണിപ്പൂരിലെ മെയ്തൈ രാജാക്കന്മാരുടെ തലസ്ഥാനമാണ് ഇത്. മെയ്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യസ്ഥലവുമാണ്. മെയ്തികൾ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്മാരകമായിട്ടിത് സൂക്ഷിക്കുന്നു. ജനുവരി 25 ഇവിടെ ഉണ്ടായ സംഭവം മെയ്തി MLA-മാരെ ഇവിടെ കൊണ്ടുവരികയും ഭീഷണിപ്പെടുത്തി സത്യം ചെയ്യിക്കലൊക്കെ ഉണ്ടായത് ഇവിടെ വെച്ചാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇമ മാർക്കറ്റിലേക്ക് നീങ്ങി. മെയ്തൈ ഭാഷയിൽ ഇമ കൈത്തൽ എന്നാണിത് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മദേഴ്സ് മാർക്കറ്റ്, അമ്മമാരുടെ ഒരു മാർക്കറ്റ് എന്നാണ് ഇമ മാർക്കറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം. നൂവി കെയ്ത്തൽ, ഖൈരംബാൻഡ് കെയ്ത്തൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന ലോകത്തിലെ ഏക മാർക്കറ്റാണ് ഇത്. പുരുഷന്മാർക്ക് ഈ മാർക്കറ്റിനുള്ളിൽ കച്ചവടത്തിന് അനുമതിയില്ല. ഇനി അങ്ങനെ പുരുഷന്മാരാരെങ്കിലും കച്ചവടത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹവുമാണ്. 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഇതിൽ ഏതാണ്ട് 5000-നും 6000-നും ഇടയിൽ വനിതാ ബിസിനസ്സുകാർ കടകൾ നടത്തുന്നുണ്ട്. 1533 ലാലുബ് കബ എന്ന തൊഴിൽ സമ്പ്രദായം അടിച്ചേൽപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഇമ കൈത്തൽ സ്ഥാപിതമായത്. മണിപ്പൂർ രാജ്യത്തെ ഒരു നിർബന്ധിത തൊഴിൽ സമ്പ്രദായമായിരുന്നു ലാലുബ് കബ. ഇതനുസരിച്ച് മെയ്തൈ വംശത്തിലെ പുരുഷന്മാർ വിദൂര ദേശങ്ങളിൽ സൈനിക സേവനമോ അല്ലെങ്കിൽ രാജാവ് നിർദ്ദേശിക്കുന്ന മറ്റ് സേവനങ്ങളോ ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. ഈ സമ്പ്രദായത്തിൻ്റെ അനന്തരഫലമായി സ്ത്രീകൾക്ക് അവരുടെ പറമ്പിൽ കൃഷി ചെയ്തോ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ നെയ്തുണ്ടാക്കിയോ അവരുടെ കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വിപണി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇമ കൈത്തൽ രൂപീകരിക്കുന്നത്. ഇപ്പോഴും മണിപ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഇമ കൈത്തൽ. 1891 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം മണിപ്പൂർ രാജ്യത്ത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിഷ്കരണം ഏർപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് വിപണിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തി. മണിപ്പൂരിൻ്റെ പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കാതെ മണിപ്പൂരിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വൻതോതിൽ പിടിച്ചെടുക്കുകയും കയറ്റുമതി ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. അതിനെ തുടർന്ന് ഇംഫാലിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വലിയ പട്ടിണി ഉണ്ടാകുന്നതിന് കാരണമായി. ഇതിനെതിരെ ഇമ കൈത്തലിലെ സ്ത്രീകൾ പ്രക്ഷോഭം നടത്തി. ഈ പ്രക്ഷോഭത്തോടുള്ള പ്രതികാരമായി ബ്രിട്ടീഷുകാർ ഇമ കൈത്തലിൻ്റെ നടത്തിപ്പും ഇമ കൈത്തലിൻ്റെ കച്ചവടമൊക്കെ പുറമേ നിന്നുള്ളവർക്ക് നൽകാൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് അത് ഒരു നൂപ്പി ലാൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ
സായുധ പ്രക്ഷോഭത്തിലേക്ക് കലാശിച്ചു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ അധിനിവേശത്തോടെ ഈ മാർക്കറ്റ് ജപ്പാന്റെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ വിജയിച്ചതിനെ തുടർന്ന് വീണ്ടും ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ ഈ മാർക്കറ്റ് വരികയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ മാർക്കറ്റ് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായും സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രവുമായിട്ടൊക്കെ മാറി. ഇന്നീ കാണുന്ന നിർമ്മിതി 2010 ഇംഫാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർമ്മിച്ച ഖൈരംബാൻഡ് ബസാർ സമുച്ചയമാണ്. 2016 ഇംഫാൽ ഭൂകമ്പത്തിൽ ഈ ബിൽഡിങ്ങിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. എന്തായാലും അത് പിന്നീട് റിപ്പയറുകളൊക്കെ നടത്തി തുടരുകയാണ് ചെയ്തത്. മാർക്കറ്റിലെ എല്ലാ കച്ചവടക്കാരുടെയും ഒരു യൂണിയനാണ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. ഒരിക്കലെങ്കിലും വിവാഹിതരായ സ്ത്രീകളെ മാത്രമേ ഇവിടെ സ്റ്റാളുകൾ സ്ഥാപിക്കാൻ അനുവദിക്കാറുള്ളൂ. മണിപ്പൂരിലെ കലാപത്തിൽ വിവാഹമോചിതരോ വിധവകളോ ആയ സ്ത്രീകളും കച്ചവടക്കാരിൽ ഉൾപ്പെടുന്നു. ഈ മാർക്കറ്റിൽ വിൽക്കാൻ ഒരു പുതിയ വനിതാ വെണ്ടറെ നിയമിക്കുന്ന രീതി അവിടെ നിലവിലുള്ള ഒരു കച്ചവടക്കാരി വിരമിക്കുകയാണെങ്കിൽ അവർ പുതിയൊരു കച്ചവടക്കാരിയെ റെഫർ ചെയ്യുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇവിടെയുള്ള വിൽപ്പനക്കാരെ ശരാശരി ഒരു 45-നും 70-നും ഇടയിൽ വയസ്സുള്ള സ്ത്രീകളാണ്. ഈ കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നതിനൊക്കെ വേണ്ടി ഒരു ക്രെഡിറ്റ് സംവിധാനവും ഈ യൂണിയൻ ഇവിടെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ മാർക്കറ്റിലൂടെ ഇറങ്ങി നടന്ന് കണ്ടു. ഈ മാർക്കറ്റ് ബിൽഡിങ്ങിനുള്ളിൽ സ്ത്രീകൾ മാത്രമാണ് കച്ചവടം. അതേസമയം പുറത്ത് സ്ത്രീകളും മറ്റുള്ളവരും കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. ഈ മാർക്കറ്റിൽ പല സ്ഥലത്തും പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള കുടിയേറ്റക്കാർക്കെതിരെയുള്ള കുറേയധികം ബാനറുകളും പോസ്റ്ററുകളൊക്കെ ഞങ്ങൾ കണ്ടു. എന്തായാലും ഞങ്ങൾ ഈ മാർക്കറ്റിൽ വന്നൊന്നും വാങ്ങാതെ മടങ്ങുന്നത് മോശമായതുകൊണ്ട് തന്നെ 2 പുതപ്പ്, ശരിക്ക് മണിപ്പൂരിലെ തങ്ക എന്ന് പറയുന്ന ഒരു ഡ്രസ്സാണ്, അത് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിലേക്ക് 11:30 ഞങ്ങൾ മടങ്ങി. 1:15 ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് നീങ്ങി. തലേ ദിവസം ഞങ്ങൾ വണ്ടി വിളിച്ച് ആ ടാക്സി ഏജൻസിയുടെ മുതലാളി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനവുമായിട്ടാണ് വന്നത്. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ 1:45 എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോഴും അവിടെ എവിടെയും വെടിയൊച്ചകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം വാർത്ത കണ്ടപ്പോഴാണ് അന്നും 2 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ എയർപോർട്ടിലിരുന്ന് 5 മണിക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഗുവാഹത്തിയിലേക്ക് യാത്ര ചെയ്തു. 6 മണിക്ക് ഗുവാഹത്തിയിലെത്തി 9:40 എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൽ ബംഗളൂരുവിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. രാത്രി 12:55 ഞങ്ങൾ ബംഗളൂരുവിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി 2:30 ആ ബസ്സിൽ കയറി ഞങ്ങൾ പാലക്കാട്ടേക്ക് യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 9:30 ഞങ്ങൾ പാലക്കാട് എത്തി. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസം നീണ്ടു നിന്ന നോർത്ത് ഈസ്റ്റ് യാത്ര അവസാനിച്ചു.